രാവിലെ ഉറക്കമെഴുന്നേറ്റുടൻ അടുക്കളയിലേക്ക് ചെല്ലാണ് അലീന. ഈ സമയത്ത് പൗലോസ് അവിടെ പച്ചക്കറിയും മത്സ്യവും മാംസവും എല്ലാം തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടോ. ചന്തയിലേക്ക് പോയിട്ട് വന്ന വഴിയാണ് ബൈജു ഉണ്ട് കൂടെ. അടുക്കളയിൽ അലീന ഒരു ചായ ചോദിക്കുമ്പോൾ ചായ വെക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഔസിപ്പ് പറയുന്നുണ്ട്, വേണ്ട, അടുക്കളയിലൊന്നും ചെയ്യണ്ട, സാവിനത് ഇഷ്ടപ്പെടില്ല, ഒന്നും ചെയ്യിക്കരുതെന്നാ പറഞ്ഞേക്കുന്നത്, പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ ജോലി ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞ് ചായ വെക്കാൻ പോകുമ്പം സാരമില്ല, ഞാനൊരു ചായ വെച്ചു എന്നും വെച്ച് ഇപ്പം എന്ത് സംഭവിക്കാനാ എന്ന് ചോദിക്കുമ്പം അത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പൗലോസ് തന്നെ ഒരു ചായ ഇട്ട് കൊടുക്കാണ്. എന്നാൽ ആ ചായ അലീനയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. അലീന അവിടെ ചാറി എന്നുകൊണ്ട് ചായ കുടിക്കുമ്പോൾ ആ കാഴ്ച കൊണ്ട് ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. വലിയ മീനാണ് കേട്ടോ വാങ്ങിക്കുന്നത്. 3-4 കിലോ ഒക്കെ വരുന്ന വലിയ മീനുകൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒരു തടിയിന്മേൽ വെക്കാണ്. എന്നിട്ട് അതിൻ്റെ വാലിൻ്റെ സൈഡിൽ ഒരു വെട്ട്, തലയുടെ സൈഡിൽ ഒരു വെട്ട്, അങ്ങനെ 2 സൈഡിൽ നിന്നും ഏകദേശം 1.5 കിലോയോളം മീന് മാംസം അങ്ങ് പോവാണ്. നടുവിൽ ഒരു ശകലം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അയ്യോ ഇതെന്തായി കാണിക്കുന്നേ, അതിൻ്റെ വാൽഭാഗവും തലഭാഗവും ഒക്കെ ഇതിന് ഇങ്ങനെ കളയുന്നത്, അത് മര്യാദയ്ക്ക് മുറിച്ചെടുത്താൽ എന്തോരം ബാക്കി ഇനിയുണ്ട്. അപ്പോൾ പൗലോസ് പറയാണ്, ഇവിടെ അങ്ങനെയൊന്നും നോക്കാറില്ല, വാലും തലയും ഓരോ വെട്ട് അത്രയേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ തുന്നിച്ച് നോക്കിയൊന്നും ഇവിടെ ആരും എടുക്കാറില്ല, സാബിനത് ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മീൻ കഴുകി മുറക്കി മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായി ചിക്കൻ എടുക്കുക കേട്ടോ. ചിക്കനും അതുപോലെ തന്നെ വലിയ ഭാഗങ്ങളെല്ലാം മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം തന്നെ വെട്ടിക്കണ്ടിച്ച് വേസ്റ്റിലോട്ട് ഇടുന്നുണ്ട്. അലീന ചോദിക്കുകയാണ്, ഇത് കുറച്ച് കഷ്ടമല്ലേ, ഇത്രയൊക്കെ കളയേണ്ട കാര്യമുണ്ടോ? മോളെ, അടുക്കള കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാനിവിടെ 10-15 കൊല്ലമായേ എന്നും പറഞ്ഞുകൊണ്ട് പൗലോസ് വീണ്ടും തൻ്റെ പരിപാടി തുടങ്ങാണ്. പച്ചക്കറിയിൽ നിന്നും തലേദിവസം വാങ്ങിച്ചുകൊണ്ടുവന്നതിൽ നിന്ന് ഒരു കുഴപ്പമില്ല കേട്ടോ. ചെറിയൊരു കുത്തു വീണത് പോലും മുരിങ്ങയ്ക്കയും തക്കാളിയും എല്ലാം പറക്കി അയാളെ വേസ്റ്റിലേക്ക് കളയാണ്. ഇതൊന്നും കണ്ട് അലീനയ്ക്ക് സഹിക്കുന്നില്ല. അലീന ആ വേസ്റ്റിൽ നിന്ന് മുരിങ്ങയ്ക്ക എടുത്തിട്ട് ചോദിക്കുകയാണ്, ഇതിനെന്താ കുഴപ്പം, ഇത് ഇന്നലെ വാങ്ങിച്ച പച്ചക്കറിയല്ലേ, അത് ഇന്ന് വേറെ പച്ചക്കറി വാങ്ങിച്ചു, പിന്നെ അതിനൊരു ചെറിയ വാടലുണ്ട്, ഇതിനെവിടെയാ വാടല്, ഇത് ഇന്നലെ കൊണ്ടുവന്ന സാധനം എങ്ങനെ ഇന്ന് വാടുക? എൻ്റെ പൊന്നു മോളെ, ഞങ്ങൾ പറഞ്ഞല്ലോ, മോള് ആരാണെന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷെ ദയവ് ചെയ്ത് അടുക്കള കാര്യത്തിൽ വന്ന് തലയിടരുത്, അതെനിക്കും ഇഷ്ടമില്ല, സാബിനും ഇഷ്ടമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക, എന്തോരം സാധനങ്ങളാ ഈ വേസ്റ്റാക്കി കളയുന്നത് എന്ന് ചോദിക്കാം കേട്ടോ. അതൊക്കെ സാബിനോട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഔതക്കുട്ടി കയറി വരുന്നുണ്ട്. എന്താ മോളെ, എന്താ കാര്യം, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കാണ്. ഔതക്കുട്ടി സ്റ്റാൻലിയുടെ അപ്പനാണ് കേട്ടോ. അപ്പച്ച, ഇത് കണ്ടോ, എന്തുമാത്രം സാധനങ്ങളാ ഇവിടെ വേസ്റ്റാക്കി കളയുന്നതെന്ന്. ആ മീൻ്റെ വാലും തലയൊക്കെ വെട്ടി ഒറ്റ കളച്ചില്ല, പീസ് മാത്രം എടുക്കുന്നുള്ളൂ. ചിക്കനും അങ്ങനെ തന്നെ. ദേ ഇത് കണ്ടോ, പച്ചക്കറിയൊക്കെ ഒരു കേടുമില്ല, എല്ലായിടത്തും കളഞ്ഞിരിക്കുക. മോളെ, അടുക്കളക്കാരെയൊക്കെ അവർ നോക്കിക്കോളും. സ്റ്റാൻലിക്ക് ഇതൊന്നും ഇഷ്ടമില്ല, ഇങ്ങനൊന്നും കണക്ക് പറഞ്ഞൊന്നും സ്റ്റാൻലി സമ്മതിക്കില്ല. അതുകൊണ്ട് മോളിങ്ങി പോരെ, വെറുതെ എന്തിനാ അവൻ്റെ വായിന്ന് വഴക്ക് കേൾക്കുന്നത്? അപ്പച്ച, എങ്കിലും ഇത്രയൊക്കെ കളയുന്ന കാണുമ്പോഴേ എനിക്ക് വിഷമം വരുവാ. അനാഥാലയത്തിൽ ഞാൻ ആയിരുന്ന സമയത്തൊക്കെ ഇതുപോലെ ആഹാരത്തിനൊക്കെ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ? കേടായ തക്കാളിയൊക്കെ പകുതി മുറിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എത്രയോ ദിവസങ്ങൾ ഒന്നും ഇല്ലാതെ വെറും ചോറ് മാത്രം വെച്ച് കഴിച്ചിട്ടുണ്ടെന്നറിയോ? അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ കളയുന്ന കാണുമ്പോൾ സഹിക്കുന്നില്ല അപ്പച്ച. മോളിങ്ങി വന്നേ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി പുറത്തേക്ക് പോവാണ്. മോളെ, 10-23 കൊല്ലം മോൾ അനാഥാലയത്തിലായിരുന്നു എന്നും ഒരു വീട്ടിൽ ജോലിക്കിരുന്നെന്നും അവിടെ വെച്ചൊന്നും പറയണ്ട. അതെന്താപ്പച്ച പറഞ്ഞാല് എനിക്കതിൽ ഒരു കുറച്ചിലുമില്ല. അങ്ങനെയല്ല, മോളിപ്പോ സ്റ്റാൻലി ജോസഫിന്റെ മകളാ. അങ്ങനെയുള്ളപ്പോൾ കണ്ട വേലക്കാരെയൊക്കെ മുമ്പിൽ വെച്ച് മോൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു കുറച്ചിലല്ലേ? മോളോടും ആ രീതിക്ക് അവർ പെരുമാറുള്ളൂ. അനാഥാലയത്തിൽ വളർന്നൊരു കുട്ടി ഒരു ജോലിക്കാരി എന്നൊരു കൺസേണേ അവർക്കും കാണുകയുള്ളൂ. അതുകൊണ്ട് മോൾ ഇനി അങ്ങനെ പറയരുത്. അപ്പച്ച, ഞാൻ സത്യമല്ലേ പറഞ്ഞത്? ശരിയാ, മോള് പറഞ്ഞത് സത്യമാണ്. പക്ഷെ അങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. മോൾക്ക് അതിൻ്റെ ക്ഷീണമേ ഉണ്ടാവുള്ളൂ. പിന്നെ അടുക്കള കാര്യങ്ങളിൽ ഇനി ഇടപെടണ്ട കേട്ടോ. എൻ്റെ അപ്പച്ച ഇങ്ങനെയൊക്കെ കളയുന്ന കാണുമ്പം എങ്ങനെ ഇതൊക്കെ പറയാതിരിക്കും? മോളൊന്നും പറയാൻ നിൽക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഔതക്കുട്ടി അവളെ വിളിച്ച് പുറത്തേക്കൊക്കെ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റിന് സമയമാകുമ്പം
ആൻ്റെപ്പം വന്നിട്ട് അലീനയും അപ്പച്ചനെയും കൂടി വിളിക്കാണ്. അങ്ങനെ അലീനയും അപ്പച്ചനെയും കൂടി ഹാളിലേക്ക് ഡൈനിങ് റൂമിലേക്ക് വരുന്നുണ്ട്. സ്റ്റാൻലി അപ്പോഴേക്കും ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞിട്ടോ. ഔസേപ്പും ബൈജും ഒക്കെ കൂടിയിട്ട് ആ ടേബിൾ നിറയെ വിഭവങ്ങൾ നിറയ്ക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് സമയമായിട്ട് പോലും അവിടെ ചിക്കന്, മുട്ട, അതുപോലെ മീറ്റ്, പിന്നെ അങ്ങനെ ഇല്ലാത്ത സാധനം ഒന്നുമില്ല കേട്ടോ. ഫിഷ്, അതുപോലെ അപ്പം, ദോശ, അങ്ങനെ 3 പേർക്ക് കഴിക്കാൻ അവിടെ ഒരു 15 പേർക്ക് കഴിക്കാനുള്ള ഫുഡാണ് ആ ഡൈനിങ് ടേബിളിൽ നിരത്തിയിരിക്കുന്നത്. അലിനെ ചോദിക്കുന്നുണ്ട്, അല്ല അപ്പച്ച, നമ്മളെ കൂടാതെ ഇവിടെ വേറെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? ഇല്ല മോളെ. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇത്രയും ഫുഡ്, ഇത്രയും വിഭവങ്ങള്. സാധാരണ ഒരു വീട്ടില് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നുകിൽ ദോശ, അല്ലെങ്കിൽ ഇഡലി, അല്ലെ പുട്ട്, പിന്നെ അതിനുള്ള കറി, ചായ, ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്താ, ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ 6-7 കൂട്ടം പലഹാരങ്ങൾ, പിന്നെ ഇറച്ചിയും മീനും മുട്ടയും, എന്തൊക്കെ ഐറ്റങ്ങളാ ഇതൊക്കെ. നമുക്ക് മാത്രം കഴിക്കാനാണോ? അപ്പോഴേക്കും സ്റ്റാൻലി പറയാണ്, ടേബിളിന് മുമ്പിലിരുന്ന് സംസാരിക്കാൻ പാടില്ല, മര്യാദയ്ക്ക് കഴിക്ക് എന്ന് പറയുമ്പോൾ അലിനെ കൈകൊണ്ട് കഴിക്കാൻ പോകുമ്പോൾ സ്റ്റാൻലി അതുകൊണ്ടല്ല, ആ കത്തിയെടുക്ക്, അതുപോലെ തന്നെ ആ സ്പൂൺ എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും വശമില്ല അപ്പച്ച എന്ന് പറയുമ്പം മോൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറയാണ്. അവളൊരു ചിക്കൻ പീസ് എടുത്തിട്ട് അതിലിങ്ങനെ കുത്തിയെടുക്കാൻ നോക്കുമ്പോഴേക്കും അത് തെറിച്ച് ഡൈനിങ് ടേബിളിലേക്ക് പോവാണ്. അത് അവൾ തിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ വേണ്ട വേണ്ട, അതിന് വേസ്റ്റ് ഇട്ടേക്ക് എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അയ്യോ, ഇത് ചെളിയൊന്നും ഇല്ലല്ലോ പറയുമ്പം അത് സാരമില്ല എന്ന് സ്റ്റാൻലി പറയാണ്. സ്റ്റാൻലി ആകെപ്പാടെ 2 ചപ്പാത്തിയും അതുപോലെ ഒരു എഗ്ഗും പിന്നെ കുറച്ച് ചിക്കനും മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ. ഒള്ളാസ് ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അലീന അപ്പോഴേക്ക് സ്പൂണും കത്തിയെല്ലാം താഴെ വെച്ചിട്ട് കൈകൊണ്ട് തന്നെ 2 ദോശയും കറികളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പച്ചനും അത്ര തന്നെ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ഈ ബാക്കിയൊക്കെ ഞാനും അതുപോലെ ആൻ്റപ്പനും ബൈജുവും കഴിക്കാനുണ്ട്. എങ്കിലും ഈ വിഭവങ്ങളെല്ലാം ഒത്തിരി കൂടുതലല്ലേ, ബാക്കി വരുന്നത് എന്ത് ചെയ്യും? പട്ടിയൊക്കെ കൊടുക്കുവോ? അയ്യോ ഇല്ലില്ല, പട്ടിയൊക്കെങ്ങാനും പഴയത് കൊടുത്താലേ സാബ് വഴക്ക് പറയും. പട്ടിയൊക്കെയുള്ളത് ഇനി വേറെ പ്രിപ്പയർ ചെയ്യണം. ഇനി വേറെയോ? ഈ ചിക്കനും ഈ മീറ്റും ഒക്കെ കൊടുത്താൽ പോരെ? അതൊന്നും സാബിന് ഇഷ്ടമില്ല. അല്ല, നിങ്ങൾ 3 പേരും കഴിക്കുമ്പോൾ ഇത് തീരുവോ? അതെങ്ങനെ ഞങ്ങൾ 3 പേരും കഴിക്കുമ്പോൾ ഇത്രയും തീരുന്നത്? ഇതിന്റെ 4 കഴിക്കാം, അത്രേ ഉള്ളൂ. ബാക്കി കൊണ്ട് വേസ്റ്റ് കളയും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എങ്കിൽ പിന്നെ കുറച്ചുണ്ടാക്കിയാൽ പോരെ, എല്ലാവർക്കും ആവശ്യമുള്ളത്. അല്ലാതെ ഇത്രമാത്രം ഉണ്ടാക്കി എന്തിനാ കളയുന്നത്? ഇത് ഇവിടെ സാബിന്റെ തീരുമാനാ. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ തന്നെയാ. അവധക്കുട്ടി, മോള് കഴിച്ചു കഴിഞ്ഞല്ലേ, ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഔസേപ്പ് പറയാണ് ബൈജുനോട്, ദേ എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ. ആ പെണ്ണിന്റെ ഒരധികാരം കണ്ടില്ലേ? അവൾ ആരാന്ന വിചാരം? എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരനാഥ പെണ്ണ്, ഏതോ വീട്ടിലെ ജോലിക്കാരിയാ. സാബ് ഇവിടെ എന്തിനാ കൊണ്ടുവന്നേന്നോ എന്താ കാര്യമെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അവൾ ആരെയും ഭരിക്കാൻ വരുന്നത്? നമ്മളെ ഭരിക്കാനൊന്നും അവളെ വരണ്ട. സാബനില്ലാത്ത കുഴപ്പമല്ലേ അവക്ക്? ആ അപ്പച്ചൻ അവളെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഇതിലെന്തൊക്കെയോ ഒരു കള്ളക്കളിയുണ്ട് എന്നൊക്കെ പരസ്പരം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 പേരും ആഹാരം കഴിച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവനും കൊണ്ട് വേസ്റ്റ് തട്ടുന്നത് അലീന ചങ്കിടിപ്പോടോട് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അപ്പച്ചോണ്ട് പറയുന്നുണ്ട്, അപ്പച്ച, 23 വർഷക്കാലം ആ കളയുന്ന ആഹാരം കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. ഞങ്ങൾ കുറേ കുട്ടികൾ അതിനുവേണ്ടി കൊതിച്ചിരുന്നിട്ടുണ്ട്. വിശന്നിട്ട് വാദപ്പടിയെ പോയിരുന്ന് ആരെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുതരുമോ എന്ന് ഓർത്തിരുന്ന് കരഞ്ഞിട്ട് ദിവസമുണ്ട്. അതൊക്കെ കാണുമ്പോഴാ മുത്തശ്ശ, അപ്പച്ച, എനിക്ക് സങ്കടം വരുന്നേ എന്ന് പറഞ്ഞിട്ട് അലീന കരയുന്നുണ്ട്. മോളെ, വീണ്ടും വീണ്ടും ഈ 23 വർഷത്തെ കഥകൾ പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ. ഇനി മോള് അത് പറയല്ലേ. ഇല്ലപ്പച്ച, ഒരിക്കലും അത് മറക്കാൻ എന്നെ കൊണ്ടാവില്ല. അറിയാതെ മനസ്സിൽ നിന്ന് അത് വന്നു പോകും. എന്റെ തെറ്റല്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അവള് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ അവധക്കുട്ടിയും അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പ്രാക്കൂടിന്റെ അടുത്തേക്കൊക്കെ പോവാണേ. അങ്ങനെ ഉച്ചയ്ക്കും ഇതുപോലെ തന്നെ മീനും ഇറച്ചിയും മുട്ടയും വീണ്ടും എടുത്തെല്ലാം പ്രിപ്പയർ ചെയ്ത് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലീന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്താ രാവിലത്തെ കറികളൊക്കെ മിച്ചം വെക്കായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് എടുക്കായിരുന്നല്ലോ. 2-3 മണിക്കൂർ കഴിയുമ്പോൾ കേടായ പോകുന്ന സാധനമൊന്നും അല്ലല്ലോ. വീണ്ടും പിന്നെ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ച് വീണ്ടും ഉണ്ടാക്കുന്നത്? എത്ര രൂപയുടെ സാധനം ഒരു ദിവസം ഈ അടുക്കള തന്നെ നശിപ്പിച്ച് കളയുന്നേ? എന്റെ പൊന്നു കൊച്ചേ, ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം പരിപാടിയാ. ദയവ് ചെയ്ത് ഇതിലൊന്നും തലയിടരുത്, എനിക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ.
എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? എന്തുമാത്രം സാധനങ്ങളാണ് നശിപ്പിച്ച് കളയുന്നത്? ആ മീൻ തന്നെ എന്തുമാത്രം കളയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഉടൻ തന്നെ ഔസേപ്പ് കൈയും കഴുകിയിട്ട് സ്റ്റാലിൻ അടുത്തേക്ക് പോയിട്ട് അനങ്ങാതെ നിൽക്കാണ്. സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, എന്താ എന്താ കാര്യം? അത് പിന്നെ ആ കൊച്ച്, ഏത് കൊച്ച്? ആ അലീന. എന്താ കാര്യം? അടുക്കളയിലേക്ക് രാവിലെ വന്ന് കുറെ ബഹളം വെച്ചു, ഇപ്പൊ വീണ്ടും വന്ന് വഴക്കുണ്ടാക്ക. അലീനയോ? എന്തിന്? അത് പിന്നെ ആ മീന്റെ തല കളഞ്ഞു, വാല് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞോണ്ടാ. കോഴിയുടെ കാല് കളയാൻ പാടില്ല, ചിറക് കളയാൻ പാടില്ല, അതൊക്കെ കുക്ക് ചെയ്യണം. പിന്നെ രാവിലെ കുക്ക് ചെയ്തതിന് മിച്ചം ഞങ്ങളെല്ലാം കഴിച്ചോളണം, ഒന്നും കളയാൻ പാടില്ല, അതിന്റെ ബാക്കി ഉച്ച കിടക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളാവ വന്ന് കിടന്നോണ്ട്. ഔസേപ്പ് അവന്ന് മൈൻഡ് ചെയ്യണ്ട, പോയിക്കോ അലീന, ഇനി അങ്ങനെ ചെയ്യില്ല, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അലീനെ വിളിപ്പിക്കാണ്. അപ്പൊ അവിടെ ഔദക്കുട്ടി വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ നീ എന്തിനാ പോയി അടുക്കള പോയി വഴക്കുണ്ടാക്കുന്നത്? നാണമില്ലേ സെർവൻസിനൊക്കെ കൂടെ പോയി 5നും 10നും ഇതുപോലെ പേശി വഴക്കുണ്ടാക്കാനായിട്ട്? അതൊക്കെ നാണക്കേടല്ലേ? അവരുടെ ജോലി അവർ ചെയ്യട്ടെ. 10-15 വർഷമായിട്ട് ഈ 3 ജോലിക്കാരും എന്റെ കൂടെ ഉള്ളതാ. ഇന്നവരവരുടെ ഭാഗത്തുനിന്ന് ഒരു ഫാൾട്ട് മണിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ കരട് ഉപ്പും പുളിയും എരിക്കും ഒക്കെ വ്യത്യാസം വരും. അങ്ങനെ വ്യത്യാസം പറഞ്ഞ കാര്യമുണ്ടോ അപ്പൊ അച്ഛാ, പപ്പ? കാരണം അവർ നമ്മൾ കാശ് കൊടുത്ത് ജോലി ചെയ്യിപ്പിക്കുന്നവരല്ലേ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഉണ്ടാക്കി തരാനും അവർക്ക് അതിനുള്ള അവരത് ചെയ്യണമല്ലോ. സ്റ്റാൻലി പറയുന്നുണ്ട്, എന്റെ വിശ്വസ്തരായ കുക്കാണ് അയാൾ എന്തോ ചെയ്യട്ടെ, അതൊന്നും നീ കണക്കാക്കണ്ട. 5ഓ 10ഓ ഒക്കെ പോകുന്നത് സ്റ്റാൻലിക്ക് ഒരു വിഷയമേ അല്ല. പിശുക്ക് ജീവിക്കാനും സ്റ്റാൻലിക്ക് അറിയില്ല. അതുകൊണ്ട് നീ അതിലൊന്നും ഇടപെടണ്ട. അച്ഛൻ അങ്ങനെയൊക്കെ പറയാം. ഇന്ന് രാവിലെ അച്ഛൻ കളഞ്ഞ ഫുഡുണ്ടല്ലോ, അച്ഛൻ നിർത്തി വെച്ച് കൊണ്ട് വേസ്റ്റിൽ കളഞ്ഞ ഫുഡുണ്ടല്ലോ, ആ ഒരു ഫുഡിന് വേണ്ടി 23 വർഷക്കാലം ഞങ്ങളെ നോക്കിയിരുന്നിട്ടുണ്ട്. പലപ്പോഴും വയറ് വിശന്ന് രാത്രിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ ബ്രിജിതാമ്മി എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരും. അതുകൊണ്ട് വയറ് നിറച്ച് ഒരു ദിവസത്തോളം പട്ടിണി കിടന്നിട്ടുണ്ട്. ഇത്രയും ഭക്ഷണം നിങ്ങളുടെ കളയുമ്പോൾ അവിടെ പപ്പയുടെ മോള് പട്ടിണിയായിരുന്നു പപ്പ എന്ന് പറയുമ്പോഴേക്കും സ്റ്റാൻലിയും ഔദക്കുട്ടിയും വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലി പറയുന്നുണ്ട്, ഇനി പഴയ കഥകളൊന്നും നീ പറയണ്ട. അതുകൊണ്ട് മിണ്ടാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്യ്. അവരടുത്ത് വക്കാടത്തിന് വഴക്കിന് പോകണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ മിണ്ടാതെ അലീന എണീച്ച് മുറിയിലേക്ക് പോവാണ്. ഔദക്കുട്ടിയോട് സ്റ്റാൻലി പറയാണ്, അല്ല അച്ഛൻ പോവാണെന്ന് പറഞ്ഞ് വന്നതാണല്ലോ, പിന്നെ എന്ത് പറ്റി 2 ദിവസമായിട്ടും പോകാത്തത്? ചിന്നമ്മ വിട്ടിട്ട് പോവാൻ മനസ്സില്ല അല്ലേ? അതുകൊണ്ടൊന്നും അല്ല, പിന്നെ അവക്കൊരു കൂട്ട് വേണ്ടേ? നീ എപ്പോഴും വെള്ളവടിയായിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ? അവക്ക് സംസാരിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടോ? അടുക്കളയിൽ പോയാൽ അവന്മാരെല്ലാം അവളെ ശത്രുവിനെ പോലെയാ കാണുന്നത്. അവള് പറഞ്ഞാലും കാര്യമില്ലേടാ. എന്ത് കാര്യാച്ചാ? ഞാൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒന്നിനു വേണ്ടിയല്ല. 150 ഏക്കർ സ്ഥലമുണ്ട്, അതിൽ നിറയെ റബ്ബറും ഇഷ്ടംപോലെ വരുമാനമുണ്ട്. പിന്നെ എന്തിനാ ഞാൻ ഇച്ചിക്കണക്ക് പറയേണ്ട കാര്യം? അവർ നോക്കിയും കണ്ടും അതുപോലൊക്കെ ചെയ്തോളും എന്നും പറഞ്ഞ് സ്റ്റാൻലി അവിടെ നിന്ന് പോവാണ്. ഔദക്കുട്ടി മുറിയിലേക്ക് ചെല്ലുമ്പം അലീന സങ്കടപ്പെട്ട് ഡെസ്കിലേക്ക് തലയും കുനിച്ചിരിക്കുന്നുണ്ട്. എന്താ മോളെ, മോൾ എന്തിനാ കരയുന്നത്? തലയിൽ തടവിക്കൊണ്ട് ഔദക്കുട്ടി ചോദിക്കുമ്പം, എനിക്കൊരു അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛൻ എന്നെ ഒരുപാട് സ്നേഹിച്ചു. എന്നെ രക്തബന്ധമല്ല, എന്നെ ജനിപ്പിച്ച ആളല്ല, പക്ഷെങ്കില് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ആ അച്ഛന് സ്വന്തം മക്കളെക്കാളും എന്നെയാ സ്നേഹിച്ചത്. ഇപ്പോ ആ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാം. എന്നെ ജനിപ്പിച്ച എന്റെ സ്വന്തം അച്ഛനായിട്ട് പോലും പപ്പയ്ക്ക് എന്നോട് യാതൊരു സ്നേഹവും ഇല്ല. എപ്പോഴും കടമ്പിടുത്തവും ദേഷ്യം മാത്രമേ ഉള്ളൂ. സ്നേഹത്തോടെ മോളെന്നെങ്കിലും വിളിക്കുന്നത് അപ്പച്ചൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാണ്. മോളെ, അത് അവന്റെ തെറ്റല്ല. ഞാനും ചെറുപ്പത്തിലെ അതേ സ്വഭാവക്കാരനായിരുന്നു. ഇപ്പോഴല്ലേ ഇച്ചിരി നായഞ്ഞത്. അവനും അതേ സ്വഭാവക്കാരനാ. പെട്ടെന്ന് മുരണ്ട് എന്ന് സംസാരാ. പിന്നെ അവന് മനസ്സിൽ ചിലപ്പോൾ സ്നേഹം കാണും, പുറത്ത് പ്രകടിപ്പിക്കാനോ സ്നേഹിക്കാനോ ഒന്നും അവൻ അറിയില്ല. അതൊക്കെ വെറുതെയാ. എന്റെ അമ്മേനെ സ്നേഹിച്ചല്ലേ അച്ഛൻ വലയിലാക്കിയത്. അപ്പൊ അതോ? അന്ന് ഒരു ചെറുപ്പക്കാരനല്ലേ. അന്ന് എന്ത് പ്രായമുണ്ട്? 10-25 വയസ്സ് പ്രായം മാത്രം. ഇന്ന് അങ്ങനെയാണോ? ഇന്നിപ്പോ 48 വയസ്സായില്ലേ. അതിൻ്റെതായുള്ള മാറ്റം അവനിൽ കാണുമല്ലോ എന്ന് ഔദക്കുട്ടിയും പറയുന്നുണ്ട്. മോളതുകൊണ്ട് അടുക്കളൊന്നും പോയി വഴക്കുണ്ടാക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് ഔദക്കുട്ടിയെ സമാധാനിപ്പിച്ചിട്ട് അവിടുന്ന് പോവാണേ.
അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അലീന സ്റ്റാൻലി പറഞ്ഞൊന്നും കേൾക്കാതെ രാവിലെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചന്തയിലൊക്കെ പോയിട്ട് മീനും ബാക്കിയുള്ള സാധനമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ ഇവർ ചന്തയിൽ പോണതാണ്. ഒരു ജീപ്പ് നിറയെ സാധനമായിട്ടാണ് തിരിച്ചു വരുന്നത്. വെറും 4-5 പേർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് വലിയൊരു മീൻ, പറയുകയാണെങ്കിൽ ഒരു 7-8 കിലോ വരുന്ന വലിയൊരു ചൂര മീനായിരിക്കും കേട്ടോ. അത് കൊണ്ടുവന്ന് ഒരു വലിയ തടി കഷ്ണത്തിന്റെ മണ്ടക്കോട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഔസേപ്പ് അവിടെ നിന്നുണ്ട് കളിയാക്കിക്കൊണ്ട് ആൻ്റപ്പനോടും ബിജുവിനോടും ബൈജുവിനോടും പറയാണ്, എടാ വാലും തലയൊന്നും കളയരുത് കേട്ടോ, നീ ഒരു സ്കെയിലിംഗ് എടുത്തോണ്ട് വാ, ഞാനേ അളന്ന് മുറിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞ് അലീനെ കളിയാക്കിക്കൊണ്ട് നിൽക്കാണ്. അലീന അവിടെ ഇതൊക്കെ നോക്കി നിൽക്കാണേ. വാലിന്റെ സൈഡിൽ നിന്നും പറയുകയാണെങ്കിൽ ഒരു 10-13 സെന്റിമീറ്റർ നീളത്തില് ഒറ്റ വെട്ടാണ് കേട്ടോ. അതെടുത്ത് വേസ്റ്റിലേക്ക് ഇടുകയാണ്. തലയുടെ ഭാഗത്തു നിന്നും അങ്ങനെ തന്നെ നടുവിലുള്ള ആ ഒത്ത തടിക്കഷ്ണം മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. ചിക്കൻ എടുത്തിട്ടും അതേ പണി തന്നെ കാണിക്കാണ്. ഇതെല്ലാം കാണുമ്പം അലീനയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. കൈ രണ്ടും കൂട്ടിക്കെട്ടി അലീന അവിടെ നിന്നിട്ട് മര്യാദയ്ക്ക് ആ വേസ്റ്റിൽ കിടന്ന ആ കഷ്ണം എടുക്ക് എന്ന് പറയുമ്പോ എന്തോ മര്യാദയ്ക്കോ ഒന്നുകൂടെ പറ വച്ചേ, കണ്ട വീട്ടിലെ വേലക്കാരിൽ നിന്ന് വന്നിട്ട് എന്നെ ഭരിപ്പിക്കാൻ വരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ബൈജുവും ഔസേപ്പും ഒക്കെ ഭയങ്കരമായിട്ട് ചിരിക്കാണ്. ആൻ്റപ്പൻ മാത്രം ഒന്നിലും തലയിടാതെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് ചെയ്യ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, മര്യാദയ്ക്ക് അതെല്ലാം എടുക്കാനാ പറഞ്ഞത് എന്ന് പറയുമ്പം അതിന് നീ ഏതാ കൊച്ചേ എന്നും പറഞ്ഞ് ഇവർ വീണ്ടും കളിയാക്കാണ്. ഈ ബഹളം കേട്ടുകൊണ്ട് അവധക്കുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ മോളെ, എന്താ പ്രശ്നം? വലിയപ്പച്ച, ഞാൻ അവരോട് മര്യാദയ്ക്ക് പറഞ്ഞതാ, മര്യാദയുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞു ആ വേസ്റ്റിലിട്ടത് തിരിച്ചെടുക്കാൻ, എന്നിട്ട് അവരെ കളിയാക്കുക, മര്യാദയ്ക്ക് എടുക്കാൻ പറ, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ഇവർ മനസ്സിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അലീന കയ്യം കെട്ടി നിൽക്കുമ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമാറ്റം കാണുകയാണ്. പണ്ട് തന്നോട് ചിന്നമ്മയെ അങ്ങനെയാണ് തട്ടിക്കയറിയത്, അത് അവധക്കുട്ടി ഓർക്കുന്നുണ്ട്. ഒട്ടും മാറ്റമില്ല, അതേ മോള് തന്നെ എന്ന് അവധക്കുട്ടി മനസ്സിൽ കരുതാണ്. ഈ ബഹളം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സ്റ്റാൻലി വന്നിട്ട് എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കാണ്. സാബ്, ഇന്നലെ കൂടി ഞാൻ പറഞ്ഞതല്ലേ എന്റെ കാര്യത്തിൽ ആരും തലയിടരുതെന്ന്. സാബ് എന്നെ വിശ്വാസമില്ലേ? കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നതല്ലേ, എന്നെക്കുറിച്ച് സാബിന് അറിയാലോ. പിന്നെ ഇന്നലെ വന്ന് കയറി ഈ കൊച്ചു വന്നിട്ട് എന്നെ അങ്ങനെ ഭരിപ്പിക്കുമ്പം എനിക്കത് സഹിക്കാനാവുന്നില്ല. ഇവിടെ ഞാൻ തന്നെയല്ലേ എല്ലാം ചെയ്യാറുള്ളത്, പിന്നെ എന്തിനാ ഈ കൊച്ച് എന്നെ കളിയാക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്? അപ്പോഴേക്കും സ്റ്റാലിയെ പോലും നോക്കാതെ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് ചെയ്യ്, ആ വേസ്റ്റിൽ കളഞ്ഞാക്കിയെടുത്ത് മേലെ വെക്ക് എന്ന് പറയുമ്പോഴേക്കും സ്റ്റാലിയെ എന്ത് ചെയ്യണമെന്നുള്ള ഭാവത്തിൽ നോക്കുകയാണ് ഔസേപ്പ്. അലീന, നിന്നോട് ഇതിൽ ഇടപെടേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് സ്റ്റാലി ചോദിക്കുമ്പം സ്റ്റാലിയുടെ ആ ചോദ്യം കേട്ട ഭാവം പോലെ നടിക്കാതെ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ച ഔസേപ്പിനോട് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. ഔസേപ്പ് നേരെ വീണ്ടും സ്റ്റാലിയോട് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഔസേപ്പ് ചോദിക്കാണ്, ഇതൊക്കെ പറയാൻ നീ ആരാ കൊച്ചേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഈ നിൽക്കുന്ന സ്റ്റാലിയുടെ മകളാ എന്ന് പറയാണ്. ഇത് കേട്ട് ആരെല്ലാം ഞെട്ടിപ്പോന്നുണ്ട്. കൊട്ടാരമറ്റത്തിൽ ഈ നിൽക്കുന്ന ഔദക്കുട്ടിയുടെ മൂത്ത മകനായ സ്റ്റാൻലി ജോസഫിന്റെ മൂത്ത മകളാണ് ഞാൻ അലീന എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും സ്തബ്ധരായി നിൽക്കാണ്. സ്റ്റാൻലിയുടെ മുഖത്തും അങ്ങ് ചുവന്ന് തുടുത്തു നിൽക്കുന്നുണ്ട്. സ്റ്റാൻലിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അലീന പറഞ്ഞതില്. ഇത് കേട്ട് ഔസേപ്പും ബാക്കി എല്ലാരും ഒന്ന് വിറങ്ങലിച്ച് നിൽക്കുവാണേ. സ്റ്റാൻലി ഒന്നും മിണ്ടാതെ അവിടുന്ന് തിരിഞ്ഞു നടന്നു പോവാണ്. അപ്പോഴേക്കും അവധക്കുട്ടി പറയുന്നുണ്ട്, എടാ ഔസേപ്പേ, നീ ഇപ്പൊ കേട്ടല്ലോ അലീന ആരാണെന്ന്, ഇപ്പൊ മനസ്സിലായില്ലേടാ? അലീനയുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവധക്കുട്ടി പറയാണ്, ഇതെന്റെ കൊച്ചുമോളാടാ അലീന എന്ന് പറയുന്നുണ്ട്. എന്റെ ഡാനിയമ്മളുടെ ഷേപ്പൊക്കെ നിനക്ക് തോന്നിയില്ലേ? അതിനും വലിയ ഷേപ്പാടാ എന്റെ മരിച്ചുപോയ ഭാര്യയുടെ തന്റെ സ്വരൂപമാണ് എന്റെ കൊച്ചുമോള് എന്ന് പറയുന്നുണ്ട്. ഇവൾ എന്താണോ പറഞ്ഞത് അത് മതി ഇനി അടുക്കളയില്, മനസ്സിലായല്ലോ? അവൾ എന്ത് പറഞ്ഞാലും അനുസരിച്ചോണം. ഇപ്പൊ ഇവൾ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലടാ എന്ന് ചോദിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേക്ക് എന്നും പറഞ്ഞ അലീന ഒരു ഭാവമാറ്റം ഇല്ലാതെ ദേഷ്യപ്പെടുമ്പോ വേറെ നിവൃത്തിയില്ലാതെ ഔസപ്പ് വേസ്റ്റിൽ കിടന്ന തലയും വാലും എടുത്ത് ഡെസ്കിലേക്ക് വെക്കുകയാണ്. അത് കണ്ട് ഔസേപ്പിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. തന്തയ്ക്ക് പറക്കഴിയിലാണ് നീ കാണിച്ചത് എന്നും ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്താടേ കാണിച്ചു വെച്ചേക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കൈപ്പത്തി അളവിലാണ് കേട്ടോ മാംസകഷ്ണങ്ങൾ കണ്ടിച്ചു കളഞ്ഞത്, അതും അലയോടുള്ള ദേഷ്യത്തില്. ഔദക്കുട്ടി പറയുന്നുണ്ട്, ഇനി മേലാൽ ഇമ്മാതിരി പണി കാണിച്ചേക്കരുത്. അലീന പറയുന്നുണ്ട്,
ആറ്റിൽ കളഞ്ഞാലും അളന്നേ കളയാവുള്ളൂന്നാ. എത്രയോ പാവങ്ങള് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയോ? എന്നിട്ടാ എല്ലാ ദിവസവും ഇത്രയും ഭക്ഷണം കൊണ്ട് കളയുന്നത്. എന്നോടുള്ള വാശിക്ക് ഇന്നതിൽ കുറച്ച് കൂടുതൽ കളഞ്ഞു. ഇനി ഇവിടെ ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി. അനാവശ്യമായൊരു ഭക്ഷണം പോലും കാണല്ലേ. 10-15 വർഷമായിട്ട് ജോലി ചെയ്തിട്ടും തനിക്ക് അറിയില്ലേ ഇത്രയും പേർക്ക് എന്തുമാത്രം ഭക്ഷണം വേണമെന്നുള്ള ഒരു ചിട്ടയും കണക്കുമൊക്കെ? എന്തിനാ ഇത്രയും കൂടെ പാഴാക്കി കളയുന്നത്? എന്റെ പപ്പയുടെ കാശ് ദൂർത്തടിക്കാൻ ഞാൻ ആരെ സമ്മതിക്കില്ല, അത് കളയാനും ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അലീന ദേഷ്യപ്പെട്ട് അവിടുന്ന് പോണുണ്ട്. അവളുടെ ആ ചാട്ടവും ബഹളമൊക്കെ കാണുമ്പം അവധക്കുട്ടിക്ക് വലിയൊരു സന്തോഷമാവുന്നുണ്ട്. അയാൾ വലിയ ഗമയ്ക്ക് പറയുന്നുണ്ട്, കണ്ടോ എന്റെ കൊച്ചുമോളാടാ, അവള് പറഞ്ഞത് അക്ഷരപ്രതി അനുസരിച്ചു വേണം. ഔസേപ്പേ, ഇനി ഇങ്ങനെ കാണിച്ചാ നിനക്കിവിടെ ജോലിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാളും പുറകെ പോവാണ് കേട്ടോ. അപ്പോഴേക്കും ബൈജു പറയാണ്, ഇത് വല്ലാത്തൊരു ഇടുത്തിയായി പോയല്ലോ. നമ്മൾ ഒരിക്കലും കരുതിയില്ലല്ലോ ഇങ്ങനൊരു ബന്ധം. സാബിനെ നമ്മള് ഇത്രയും വർഷം കൊണ്ട് കാണുമല്ലേ, എന്നിട്ടും ഇതുവരെ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലേ. നമ്മൾ അറിഞ്ഞതും ഇല്ലല്ലോ. 23 വർഷക്കാലം ആ കൊച്ചു അനാഥാലയത്തെന്ന് പറഞ്ഞ് കേട്ടില്ലേ? അനാഥാലയത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചതായിരിക്കും. കാശുകാരൊക്കെ അങ്ങനാണല്ലോ, കൊണ്ട് ഉപേക്ഷിച്ചിട്ട് വന്നതായിരിക്കും. ഇപ്പോഴായിരിക്കും അപ്പനെ തെരഞ്ഞു പിടിച്ച് വന്നത്. അന്ന് മറ്റേ ആ പുള്ളി വന്നില്ലേ പാലായിന്ന്, അയാൾ വന്ന് ഏർപ്പാടാക്കിയിട്ട് പോയതായിരിക്കും. അവിടെ വീട്ടിലായിരുന്നല്ലോ ഈ കൊച്ചു ജോലിക്ക് എന്നത്. അങ്ങനെയായിരിക്കും അയാൾ അന്വേഷിച്ചു വന്നത്. അല്ല ഔസേപ്പേ, ഇനി നിന്റെ ഉദ്ദേശം എന്താ? എന്തുദ്ദേശിക്കാൻ? ഞാൻ ഇവിടുന്ന് പോവാ, വേറെ ഏത് വീട്ടിൽ പോയാലും എനിക്ക് ജോലി കിട്ടും എന്നും പറഞ്ഞ് ഇത്ര ശമ്പളം കിട്ടുവോടോ എന്ന് ബൈജുവും ആൻ്റപ്പനും ചോദിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ അഭിമാനമല്ലേ വലുത്? ഇത്ര ഒരു പീറപ്പെണ്ണ് പറഞ്ഞത് കേട്ട് അവളെ അനുസരിച്ച് നിൽക്കേണ്ട കാര്യമൊക്കെ നമുക്കുണ്ടോ? എവിടുന്നോ വലിഞ്ഞു കയറുന്നൊരു വേലക്കാരി, എന്നിട്ട് അവളിപ്പോ അവളുടെ അപ്പനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു ഷോയാ കാണിക്കുന്നത്. അവളെ അനുസരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഔസേപ്പും പാചകം തുടരുന്നുണ്ട്. ഈ സമയം അലീന ഹാളിൽ പോവും. ഹാളിലേക്ക് ഇറങ്ങുമ്പോഴേക്കും വരാന്തയില് സ്റ്റാൻലി മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻലിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവക്ക് മനസ്സിലായി ആള് നല്ല കലിപ്പിലാണെന്ന്. അവധക്കുട്ടിയും അലീനയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. പപ്പ, ഞാൻ പറഞ്ഞത് അധിക പ്രസംഗമായിപ്പോയോ? പപ്പയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അപ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ കാര്യത്തിൽ ഇടപെടണ്ടാന്ന്. ഇന്നലെ ഔസേപ്പ് വന്ന് പറഞ്ഞപ്പോഴും ഇനി അവൾ അങ്ങോട്ടേക്ക് വരില്ലെന്ന് ഞാൻ പറഞ്ഞതാ. ഇപ്പൊ അയാളുടെ മുമ്പില് എനിക്ക് യാതൊരു വിലയുമില്ലാതായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ പപ്പ, അയാൾ എന്നെ കാണിക്കാൻ മനഃപൂർവ്വമായിട്ട് അയാൾ ഓർന്ന് ചെയ്യായിരുന്നു. അത് കണ്ടപ്പോ എനിക്ക് സഹിക്കാനായില്ല. അവധക്കുട്ടി പറയാണ്, അതെ, മോളെ കുറ്റം പറയണ്ട. അവന്റെ കയ്യിലിരിപ്പും അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. അവൻ കാണിച്ച വൃത്തികേട് നീ കണ്ടതല്ലേ. അത് മനഃപൂർവ്വം കൊച്ചിനെ കളിയാക്കി കൊണ്ട് ചെയ്തതല്ലേ. പിന്നെ അങ്ങനെ അവൾക്ക് സഹിക്കാനാവും എന്ന് ചോദിക്കുന്നുണ്ടേ. അങ്ങനെ അവധക്കുട്ടി അലീനയും കൂടി പറയുമ്പോ, എന്റെ പപ്പയാണ് ഞാനെന്ന് തുറന്നു പറഞ്ഞത് പ്രശ്നമായോ? അതാണ് പപ്പയ്ക്ക് ദേഷ്യം? പറയണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയാണ്, എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു ഫംഗ്ഷൻ നടത്തി നീ എന്റെ മകളാണെന്ന് ഞാൻ അനൗൺസ് ചെയ്യാനിരിക്കായിരുന്നു. ആ സമയത്താണ് നീ ഇങ്ങനെ വിളിച്ചു കൂവിയത്. അതെനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെയായിരുന്നില്ല ഞാൻ തീരുമാനിച്ചത്. എൻ്റെ മകളെ എല്ലാവരുടെ മുമ്പിൽ നന്നായി പ്രസന്റ് ചെയ്യണമെന്ന് തന്നെ ഞാൻ കരുതിയതാ. ഇതിപ്പോ എല്ലാവരുടെ മുമ്പിൽ ഞാൻ അപമാനിച്ചതുപോലെ ആയില്ലേ എന്നൊക്കെ പറയുമ്പം സോറി പപ്പ, ആ നേരത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ട് അലീന സ്റ്റാലിൻ്റെ കയ്യിൽ പിടിക്കാണ്. സ്റ്റാലിക്ക് ഒരു അറ്റാച്ച്മെന്റും ഇല്ലല്ലോ. അയാളെ കൈ പതിയെ മാറ്റിയിട്ട് അവിടുന്ന് ഒരു ഗ്ലാസ് മദ്യമായിട്ട് അതിലെ നടന്നു പോണുണ്ട്. അലീനെ കരഞ്ഞോട് തിരിഞ്ഞ് അവധക്കുട്ടി നോക്കുമ്പോ, നീ ഒന്നും കാര്യാക്കണ്ട, അവൻ പണ്ടേ അങ്ങനാ. അവന്റെ മനസ്സിലവിടെ സ്നേഹം ഉണ്ടായിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. സ്വന്തം മക്കളോട് പോലും അവൻ ഒരു സ്നേഹവും ഇല്ല. അവരെങ്ങനെ ജീവിക്കുന്നെന്നോ ഒന്നും അന്വേഷിക്കാറില്ല. അവർക്ക് കാശ് അയച്ചു കൊടുക്കും, അത്രമാത്രം. അല്ല, അപ്പോ പപ്പ അവരെ കാണാൻ പോവാറില്ലേ? അങ്ങനെയൊന്നും ഇല്ല. വല്ല കാലത്തും അവരൊന്ന് വരും. അവർക്കും കാശ് മാത്രം മതി. അവരുടെ വിചാരം കാശാണ് പപ്പയെന്നാ. ഇവനും അത്രേ ഉള്ളൂ. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അതല്ലാതെ അങ്ങോട്ട് പോക്കോ വരവോ ഒന്നുമില്ല. എത്ര വർഷമായി ഇങ്ങനെ? എത്ര വർഷമായെന്ന് ചോദിച്ചാൽ അവൻ ആർമിയിൽ നിന്ന് പിരിഞ്ഞു പോണത് മുതൽ തന്നെ ഇവിടെ തന്നെയാ. അതിനൊക്കെ പിന്നില് ഒരുപാട് കഥകളുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നും പറഞ്ഞുകൊണ്ട് അലിനെ സമാധാനിപ്പിക്കാനായിട്ട് നായ്ക്കളുടെയും പ്രാക്കോടിന്റെയൊക്കെ അടുത്തേക്ക് അവധക്കുട്ടി അവളെയും കൊണ്ട് പോവാണ് കേട്ടോ. അവധക്കുട്ടിയുടെ പെറ്റായി മാറിയിരിക്കുകയാണ് ഇപ്പൊ അലീന.
ശരിക്കും അവധുക്കുട്ടി മനസ്സിൽ ഓർക്കുന്നുണ്ട്. ആ കൊച്ചിനെ കൊന്നു കളയവോ എവിടെയെങ്കിലും കൊണ്ടു കളയവോ എന്താ ചെയ്യാൻ, എനിക്കൊന്നും അറിയണ്ടായെന്ന് അലീനയുടെ കേസിൽ അന്ന് പറഞ്ഞിരുന്നു. അതോർത്ത് അയാൾ നന്നായി ദുഃഖിക്കുന്നു കേട്ടോ. വേറെ പോകുന്ന സ്റ്റോറീസ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടേ. മിസ്സാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.